ഉള്ള കഴിവ് ഗബ്രിക്കുണ്ടെന്ന് ഇവിടെ ചോദിക്കുമ്പോ ഫ്രണ്ടിൽ നിന്ന് ഡിഫൻഡ് ചെയ്ത് ബോൾ എറിഞ്ഞ് അവിടെ ഇവിടെ നോക്കി പിന്നെ ഇതിനിടയ്ക്ക് ബഹളവും വെച്ച് നിൽക്കുമ്പോ എത്ര ബോൾ എങ്ങോട്ട് എറിഞ്ഞു എന്ന് 2 വയസ്സുള്ള ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിക്കുന്നത് നാണക്കേടില്ല, ഒരു തെറ്റുമില്ല. ശബ്ദവും നാക്കും തന്നെയാണ് ഈശ്വരൻ എന്റെ വായിൽ വെച്ച് തന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. എടുത്തു വെച്ച ബോൾ ഒളിപ്പിച്ചു വെച്ച അത്രയും നിലവാരമില്ലായ്മ ഞങ്ങൾ കാണിച്ചിട്ടില്ല. വന്ന് വീണ ബോൾ ഒളിപ്പിച്ചു വെച്ചു. പവർ ടീമിന്റെ ബോൾ അകത്ത് വീഴുന്നത് വ്യക്തമായിട്ട് കണ്ട ഞാൻ ആ ബോൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനിപ്പോഴും ന്യായീകരിക്കുന്ന ഇവർക്ക്, അതായത് ന്യായീകരിക്കാൻ പോലും ഒരു അവകാശമില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത, നിലപാടില്ലാത്ത ഇവർക്കെതിരെ നമ്മൾ എന്തിനു സംസാരിക്കണം? അത്രേ ഉള്ളൂ. എടുത്ത ബോൾ ഒളിപ്പിച്ചു വെച്ച ഉളുപ്പ് ഇവിടെ വ്യക്തമായിട്ട് നിലപാടില്ലാത്തവർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റുമ്പോൾ അതിനെ ന്യായീകരിച്ച് അതിനെ തേച്ച് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് മര്യാദ കാണിക്കില്ല എന്ന് പറഞ്ഞ നെക്സ്റ്റ് ോടാണ് പറയാനുള്ളത്. ഇനി അഥവാ ഞങ്ങളെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വ്യക്തത ഇപ്പോഴും ഇല്ല, പക്ഷെ ഞങ്ങൾ എല്ലാരും സോറി പറയാൻ റെഡിയാണ്. സോറി പറയാൻ വ്യക്തത ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ കൈകൊട്ടിക്കൊണ്ട് ഞങ്ങൾ അതിനെ നാക്കുകൊണ്ട് എന്തും പറയാതെ പിന്നെയും പിന്നെയും പ്രൂവ് ചെയ്യുന്ന ഒരു ടീമാണ് നെക്സ്റ്റ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം തന്ന നോറയ്ക്ക് വളരെ 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 നല്ല സന്തോഷത്തോടു കൂടിയുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നാവ് കൊടുക്കുന്ന വായ തോന്നിയ കാര്യങ്ങൾ പറയാനല്ലെന്ന് ആദ്യം ബോധ്യം വേണ്ടത് നോറയ്ക്കാണ്. ആ ബോധ്യം ആദ്യം വേണ്ടത് നോറയ്ക്കാണ്. ആ ബോധ്യം വേണ്ടത് നോറയ്ക്കാണ്. നോറ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ബോധ്യമുള്ള ആള് നോറയാണ്. അപ്പൊ നോറ ആ ബോധ്യം ഈ വീട്ടിൽ ആദ്യം മര്യാദ ഇല്ലാതെ നിൽക്കും പറഞ്ഞതിന് 3 പേര് സപ്പോർട്ട് ചെയ്ത് മിണ്ടാതിരുന്ന് എപ്പോഴാ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി സംസാരിക്കാൻ ആദ്യം പഠിക്കുക. അത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ്സിന് വരുന്നുണ്ട്. നോക്ക് ഋഷി റെഡി? നോറ റെഡി? ഒരെണ്ണം കൊണ്ടുണ്ട് നമ്മുടെ ഒരെണ്ണം കൊണ്ട് പോയി അപ്സര ഫോക്കസ് ഓൺ റൈറ്റ് സൈഡ്. അപ്സര അത് വെച്ച് തലയ്ക്ക് അടിക്കുമെന്നൊക്കെ ഒരു സെക്കൻഡ് തുടങ്ങിയില്ല അല്ലേ? ഇതാണ് ഋഷി നോക്കിട്ടോ അതിലൊന്നും കിടക്കണ്ട.
ഓക്കെ പെർഫെക്റ്റ്. അതല്ല കൂൾ കൂൾ സൂപ്പർ. ഓ എന്റെ കൈ പോയ എന്റെ പൊന്നു മനുഷ്യ, എന്റെ കൈ കിട്ടടിക്കല്ലേ. തീർക്കില്ല. കുതിരത്തല്ല നിക്കണം. എടുത്തോ ശ്രീതു പറഞ്ഞു നെസ്റ്റിലോട്ട് കൊടുത്തോണേ, നെസ്റ്റിലോട്ട് കൊടുത്തോണേ. നീ അവസരം ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം. അടുത്തേക്ക് വരണം. ഞാൻ മറ്റേ ഇവന്റെ അടുത്തേക്ക് വരും. ഉണ്ട് ഉള്ള കൊണ്ടുവരുന്നു, ഉണ്ട് സാരമില്ല. 2 വേസ്റ്റായിട്ട് കുഴപ്പമില്ല, ഒരെണ്ണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരെല്ലാം കയറി നമ്മളെ 1 2 3 പറഞ്ഞാലോ? 1 2 3 പറഞ്ഞാൽ നീ അറിയില്ലേ? എറിയുമ്പോ അവ എറിയുമ്പോ നീ പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് എറിയണം. ഞാനിവിടെ എറിയും. നമ്മുടെ അപ്സര എടുത്തില്ലേ? നീ നോക്കോണേ, എന്റെ പൊന്നളിയാ നോക്കോ, ബോൾ നോക്കോ. നിങ്ങൾ ജഡ്ജാണ്. അല്ലല്ല, നിങ്ങൾ ജഡ്ജാണ്. ജഡ്ജിന്റെ ഭാഗത്ത് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ബിഹേവിയർ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞതാ.